പ്രിയപ്പെട്ട മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ മാഷ് പറഞ്ഞിരുന്നു നമുക്ക് 1-2 ക്ലാസ്സുകൾ കൂടി ആവശ്യമുണ്ട്. 8ാം ക്ലാസ്സിന്റെ നമ്മുടെ ഗണിത പഠനം ഈ വർഷത്തെ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കണം അല്ലെ. നമ്മുടെ കേരള സിലബസിലെ 9 ചാപ്റ്റേഴ്സ് ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഒരു ചാപ്റ്റർ കൂടി ബാക്കിയുണ്ട്, ഒരു പാഠം കൂടി ബാക്കിയുണ്ട് 8ാം ക്ലാസ്സിൽ തീരേണ്ടതായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിച്ചേരാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്ന. സോ ഇന്ന് നമുക്ക് ആ ചർച്ചയിലേക്ക് കടക്കാം അല്ലെ. വളരെ രസകരമായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലേക്കാണ് ഇന്ന് നമ്മുടെ ചർച്ച പോകുന്നത്. ഓക്കെ, സോ ആർ യു റെഡി? യാ, ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ സംഖ്യകളെ പറ്റി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, രൂപങ്ങളെ പറ്റിയൊക്കെ പഠിച്ചതിന് ശേഷം, ജാമിതിയെ പറ്റിയൊക്കെ പഠിച്ചതിന് ശേഷം ഒരു പ്രത്യേക ഭാഗത്തെത്തിയപ്പോൾ ഒരു കൂട്ടം അളവുകളെ മുഴുവനും ചില ചിത്രങ്ങളിലൂടെ സൂചിപ്പിക്കാം എന്ന് കണ്ടിട്ടുണ്ടാവും. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കൂട്ടം അളവുകൾ നമുക്ക് തരുമ്പോൾ, ഒരു കൂട്ടം സംഖ്യകളോ അല്ലെങ്കിൽ ഒരു കൂട്ടം വിവരങ്ങളോ ഒക്കെ നമുക്ക് തരുമ്പോൾ അതിനെ മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ ചില പ്രത്യേക ചിത്രങ്ങളിലൂടെ സൂചിപ്പിക്കാം. പൈ ഡയഗ്രാം എന്നൊക്കെ പറഞ്ഞ, ലൈൻ ഗ്രാഫ് എന്നൊക്കെ പറയുന്ന രീതിയിൽ സൂചിപ്പിക്കാം എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. 7ാം ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മാഷ് പ്രതീക്ഷ. ഉണ്ടാവും. വേറൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവരങ്ങൾ ശേഖരിക്കുക എന്ന് പറയുന്നത്. പല പല വിവരങ്ങൾ അല്ലെ, ഓരോരോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങൾ സംഖ്യാപരമായി ശേഖരിക്കുക, സൂക്ഷിക്കുക വേണ്ടത് അല്ലെ. ഒരു കളിയിലെ ഒരു ടെസ്റ്റ് സീരീസിലോ അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാന്റെ ജീവിത കാലയളവിൽ മുഴുവനും അയാള് ഓരോരോ കളികളിൽ നേടുന്ന റൺസുകൾ ശേഖരിക്കുക അല്ലെ. നിങ്ങൾ കമന്ററി ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, ക്രിക്കറ്റ് കമന്ററി ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളൊരു പ്രത്യേക പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മോഹൻദാസ് മേനോൻ എന്ന് പറയുന്ന ഒരാളുടെ പേര്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്നറിയോ? എല്ലാ ക്രിക്കറ്റ് കളിക്കാരുടെയും വിവരങ്ങൾ ശേഖരിക്കലാണ്, ഡാറ്റ കളക്ട് ചെയ്യലാണ്. കളിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കളിയുടെ പുറമെയുള്ള മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് കളക്ട് ചെയ്യുക, ആ ഡാറ്റാസ് സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിനുള്ള ഉത്തരം വേഗം വേഗം അത് നോക്കിയിട്ട് ഇങ്ങനെ പറയുക. ഒക്കെ സെക്കൻഡ് വെച്ചുകൊണ്ട് അദ്ദേഹം പറയും. കാരണം അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിലൊക്കെ ആ വിവരങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ അത് സെർച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരു ബാറ്റ്സ്മാൻ എത്ര സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, ഏത് കാലയളവിലാണ് അടിച്ചിരിക്കുന്നത്, ഏത് വർഷമാണ് അടിച്ചിരിക്കുന്നത്, അയാൾ ടോട്ടൽ എത്ര റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്, എത്ര കളിയിലാണ് സ്കോർ ചെയ്തിരിക്കുന്നത്, ഒരു ബൗളറെ സംബന്ധിച്ചിടത്തോളം എത്ര 5 വിക്കറ്റ് നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ വരും. നമ്മുടെ മനസ്സിൽ ഇത് മുഴുവനും സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു കാര്യമല്ല അല്ലെ. നമുക്ക് ഒരു ബാറ്റ്സ്മാന്റെ കുറേ റൺസുകൾ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ എത്ര 100കളുണ്ട്, എത്ര 200കളുണ്ട്, എത്ര ഡബിൾ സെഞ്ചുറി ഉണ്ട് എന്നൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ വായ പൊളിച്ചു പോകും. എങ്ങനെ അറിയാനത് അല്ലേ? അപ്പൊ ഈ ഡാറ്റകൾ കളക്ട് ചെയ്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക രൂപമാക്കി വെക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തിനധികം പറയുന്നു, ഈ ക്രിക്കറ്റ് കളിയൊക്കെ പോട്ടെ, ചിലപ്പോൾ ക്രിക്കറ്റ് കളി അറിയാത്ത കുറെ ആളുകളെ സുഹൃത്തുക്കളെ ഇപ്പൊ എൻ്റെ ഇടയിൽ ഉണ്ടാവും അല്ലെ. ഞാനത് വെറുതെ എൻ്റെ ഒരു പാഷന് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുട്ബോൾ കളിയാണെങ്കിൽ എത്ര ഗോളുകൾ റൊണാൾഡോ നേടിയിട്ടുണ്ട്, മെസ്സി നേടിയിട്ടുണ്ട്, എവിടെയൊക്കെ നേടിയിട്ടുണ്ട് അല്ലെ, എത്ര ഹാട്രിക്കുകൾ നേടിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഡാറ്റാസ് ഉണ്ട്, കളക്ട് ചെയ്ത് വെക്കാവുന്ന ഡാറ്റാസ് ഉണ്ട്.
നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് ഉത്തരം പറയാൻ പറ്റും അല്ലെ? എന്തിനു പറയണം? കൂടുതൽ നമ്മുടെ പോപ്പുലേഷൻ, ജനസംഖ്യ ഒരു ഡാറ്റ കളക്ഷൻ അല്ലേ? ജനസംഖ്യ ഓരോ കൊല്ലം, ഓരോ 5 വർഷം കൂടുന്നോ അല്ലെങ്കിൽ ഓരോ 10 വർഷം കൂടുമ്പോ എത്ര ഉണ്ട്, അതിൽ എത്ര മെയിൽസ് ഉണ്ട്, എത്ര ഫീമെയിൽസ് ഉണ്ട്, എത്ര കുട്ടികളുണ്ട്, ഇങ്ങനെ ഓരോന്നായിട്ട്. ഇത് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജനങ്ങളുടെ മാത്രമല്ല, ഓരോന്നും പട്ടിടി പൂച്ചെടി ഒക്കെ കണക്കുകൾ സൂക്ഷിച്ചു വെക്കുക, ശേഖരിച്ചതിന് ശേഷം അത് സൂക്ഷിച്ചു വെക്കുക. കളക്ഷൻ. എന്നിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഡാറ്റനെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യുക, അതിനെപ്പറ്റി ഒരു വിശകലനം നടത്തുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ? അതൊക്കെ പോട്ടെ, നമ്മുടെ ക്ലാസ്സിലെ ഒരു പരീക്ഷയ്ക്ക് ആ ക്ലാസ്സിലെ 45 കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകൾ കളക്ട് ചെയ്യാം. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അതിൽ എത്ര 40 മാർക്കുകൾ കിട്ടിയ കുട്ടികളുണ്ട്, എത്ര 50-ൽ 50 കിട്ടിയ കുട്ടികളുണ്ട് അല്ലെ? എത്ര കുട്ടികൾക്ക് 10-ൽ താഴെയുണ്ട്? ആരും ഉണ്ടാവാതിരിക്കട്ടെ അല്ലെ? 10-ൽ താഴെ കിട്ടിയ എത്ര കുട്ടികളുണ്ട്? ഇങ്ങനെ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് ആ പട്ടിക നോക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുക അല്ലെ? അങ്ങനെ എന്തിന്? കുട്ടികളുടെ ഉയരങ്ങൾ അളന്ന് നോക്കി എഴുതി വെക്കുക. 40 കുട്ടികളുടെ 45 കുട്ടികൾ, എന്നിട്ട് അതിൽ ഏറ്റവും ഉയരം കൂടിയ ആളാരാണ്, ഏറ്റവും ഉയരം കുറഞ്ഞത് ആരാണ്, ഇങ്ങനെ അല്ലെ? വെയിറ്റ്, ഭാരം, അത് കളക്ട് ചെയ്ത് വെക്കുക. എന്തെല്ലാം വിവരങ്ങൾ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും? നമ്മുടെ ഒരു കൊല്ലത്തിൽ ലഭിക്കുന്ന മഴയുടെ അളവ്, അത് ഓരോ ജില്ലയിൽ ലഭിക്കുന്ന മഴയുടെ അളവ് അല്ലെ? എത്ര സെന്റിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട്, അങ്ങനെ. അപ്പൊ ഏത് വർഷമാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്, ഏത് വർഷമാണ് ഏറ്റവും കുറവ് കിട്ടിയത്, ഇങ്ങനെയുള്ള ഡാറ്റകൾ കളക്ട് ചെയ്ത് ആ ഡാറ്റകളിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറഞ്ഞ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഇത്തരത്തിലുള്ള ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ പറ്റിയിട്ടുള്ള പഠനം നടത്തുന്നതിൽ മാത്തമാറ്റിക്സിന് വലിയൊരു പങ്കുണ്ട്. മാത്സിന്റെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണത്. നമ്മൾ നമ്പറുകളെ പറ്റി പഠിക്കുന്ന പോലെ, അതേപോലെ തന്നെ രൂപങ്ങളെ പറ്റി പഠിക്കുന്ന, ജാമിതിയെ പറ്റി പഠിക്കുന്ന പോലെ ഒരു പ്രധാനപ്പെട്ട ശാഖയാണ് മാത്തമാറ്റിക്സിൽ ഈ വിവരശേഖരണം എന്ന് പറയുന്നതും അതിനെപ്പറ്റി പഠനം നടത്തുക എന്ന് പറയുന്നതും. ആ ശാഖയ്ക്ക്, ആ മാത്തമാറ്റിക്കൽ ബ്രാഞ്ചിന്, ആ വിഭാഗത്തിന് പറയുന്ന പേരാണ് സ്ഥിതി വിവര കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ്. സ്ഥിതി ചെയ്യുന്ന വിവരങ്ങളുടെ കണക്കുകൾ എന്ന് ചുരുക്കത്തിൽ പറയാം അല്ലെ? ഇപ്പൊ ഉള്ള വിവരങ്ങളുടെ കണക്കുകൾ, ആ കണക്കുകൾ കളക്ട് ചെയ്ത് വെക്കുക, സൂക്ഷിച്ചു വെക്കുക. ഇത് വളരെ പ്രാധാന്യമാണ്. സോ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതി വിവര കണക്കുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാത്തമാറ്റിക്കൽ ശാഖയാണ്, ഒരു പ്രത്യേക വിഭാഗമാണ്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള ഒരു സാധനമാണ്. ഭയങ്കര രസമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡിഗ്രിയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിഗ്രി എടുക്കാം, മാത്തമാറ്റിക്സിൽ തന്നെ ഈ ശാഖയിൽ ഡിഗ്രി എടുക്കാം. BSc സ്റ്റാറ്റിസ്റ്റിക്സ്, MSc സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്ന അതായത് മാത്സിന്റെ ഈ ഒരു ശാഖയിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ പഠനം നടത്താം. അങ്ങനെയുണ്ട്. എന്തിന്? ഗവൺമെന്റിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട് അല്ലെ? സ്ഥിതി വിവര കണക്കുകൾ സൂക്ഷിക്കുന്ന, കളക്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അവിടെ ജോലി കിട്ടും നമുക്ക് വേണമെങ്കിൽ. ഇങ്ങനെ വീട്ടിൽ കൂടെ ഒക്കെ നടന്നിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് വിവരങ്ങൾ എന്നിട്ട് അതൊക്കെ എഴുതി വെച്ച അങ്ങനെയൊക്കെയുള്ള ജോലികൾ. അത് മാത്രമൊന്നല്ല കേട്ടോ, അത് തരത്തിലുണ്ട്. ഞാൻ ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സോ ഇന്ന് നമ്മൾ ആ ശാഖയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അതിലുള്ള വളരെ സിമ്പിളായ ചില മെത്തേഡുകളെ പറ്റിയിട്ടും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടും മാത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ എന്താണ് ഡാറ്റ കളക്ഷൻ? മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ശാഖയ്ക്ക് നമ്മൾ പറയുന്ന പേര് എന്താണെന്ന് ഇപ്പൊ മനസ്സിൽ ഉറച്ചിട്ടുണ്ടാവും. അത് മതി. ഇപ്പൊ ഇനി ഞാൻ പറയുന്നതിലേക്ക് വരും. അപ്പൊ അതിന്റെ ഒരു ചെറിയ കാര്യമായിരുന്നു കഴിഞ്ഞ 7ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ കണ്ട ലൈൻ ഗ്രാഫും അതേപോലെ പൈ ഡയഗ്രവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ, ചിത്രത്തിന്റെ രൂപത്തിലുള്ള ആ ഒരു അതിനെ കാണിക്കല്, അതായത് ഡാറ്റയെ, വിവരത്തിനെ ചിത്ര രൂപത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കല് അതിന്റെ ഒരു ഭാഗമായിരുന്നു. നമ്മൾ അതിൽ നിന്ന് കുറച്ചുകൂടിയൊക്കെ മുകളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഓക്കെ, ഒരു ദിവസം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ മുഴുവൻ ബ്ലഡ് ഗ്രൂപ്പ് പരിശോധിക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, രക്ത പരിശോധന നടത്തേണ്ടതായിട്ട് വന്നു. അതിന്റെ ഗ്രൂപ്പ്, രക്തത്തിന്റെ ഗ്രൂപ്പ് പരിശോധിക്കേണ്ടതായിട്ട് വന്നു.
നിങ്ങൾക്കറിയാം രക്തഗ്രൂപ്പ് എ പോസിറ്റീവ്, എ നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. മാഷയുടെ രക്തഗ്രൂപ്പ് എന്താണെന്നറിയാം, ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്നറിയാം, എ നെഗറ്റീവാ. നെഗറ്റീവാ, ന്യൂനമാണ് ഞാൻ കേട്ടോ, പോസിറ്റീവ് അല്ല, ന്യൂനസംഖ്യയിൽ പെട്ടതാണ്. എന്താ ചെയ്യാൻ നിർത്തിയില്ല. ഓക്കെ, അതുകൊട്ടെ അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ ചിന്ത പോസിറ്റീവ് ആയാൽ മതി കേട്ടോ. ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മുടെ ചിന്തകള് പോസിറ്റീവ് ആയാൽ മതി. ഓക്കെ, സോ അങ്ങനെ പല ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്. എ പോസിറ്റീവ്, എ നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, അല്ലെ, ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ്, അങ്ങനെ പലതും ഉണ്ട്. ഇത് തന്നെ നിങ്ങൾ കേട്ടിരുന്ന സർവ്വദാതാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആർക്കും രക്തം കൊടുക്കാൻ പറ്റുന്ന, അല്ലെ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, ഏത് രക്തം സ്വീകരിക്കാൻ പറ്റുന്ന, അങ്ങനെയൊക്കെ പലതുണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ ബയോളജിയിൽ നിങ്ങൾ പഠിക്കുന്നത്, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഒരു ദിവസം ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് പരിശോധിച്ചിട്ട് എനിക്ക് അതൊന്ന് നോട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ ഞാൻ പറയുന്നത് എഴുതി വെച്ചിട്ടുണ്ട്, ഓരോരുത്തരുടെ രക്തഗ്രൂപ്പ് തന്നെ പരിശോധിച്ച് ഇങ്ങനെ വലിയ നിരയൊക്കെ ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ആളെ പരിശോധിച്ചു ഓ പോസിറ്റീവ് ഞാൻ എഴുതി വെച്ചു, രണ്ടാമത്തെ ആളെ പരിശോധിച്ചു ഓ പോസിറ്റീവ് എഴുതി വെച്ചു, മൂന്നാമത്തെ ആളെ പരിശോധിച്ചു എ പ്ലസ് എ പോസിറ്റീവ് എഴുതി വെച്ചു, അടുത്ത ആളെ പരിശോധിച്ചു എ നെഗറ്റീവ് എഴുതി വെച്ചു, അങ്ങനെ എഴുതി വെച്ചു. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, സാറേ ഇതിൽ എത്ര എ പോസിറ്റീവ് ഗ്രൂപ്പുകാരുണ്ട്? ഇതിൽ എത്ര എ പോസിറ്റീവ് ഗ്രൂപ്പുകാരുണ്ട്? യെസ്. ഞാൻ പറഞ്ഞു അതിനെന്താ അത്ര വലിയ പ്രയാസമുള്ളത്, ഇപ്പൊ പറഞ്ഞുതരാം. ഞാൻ എണ്ണാൻ പറഞ്ഞു. എ പോസിറ്റീവ് 1, കാണാനില്ല, പിന്നെ എങ്ങനെ വന്നു 2, എനിക്ക് കാണാണ്ടല്ലോ അല്ലെ, 3, അങ്ങനെ വന്നു 4, 5, അങ്ങനെ ഒന്നും ഇല്ല, പിന്നെ 6, 7. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് എത്ര വലിയ പ്രയാസമുള്ളത്, എ പോസിറ്റീവുകാര് എത്ര ഉണ്ട്? 7 ആളുണ്ട് കേട്ടോ. അയാൾ നിർത്താനുള്ള പാവല്ല, അയാളിനോട് അടുത്ത ചോദ്യം, സാർ ഇതിൽ എത്ര ഓ പോസിറ്റീവുകാരുണ്ട്? ഇതൊരു പണിയാണിത്. അപ്പൊ എന്നോട് ചോദിച്ചു അടുത്ത ഓ പോസിറ്റീവുകാർ എത്ര ഉണ്ട്? വേറെ പണിയില്ല. ഞാൻ എന്താണോ വീണ്ടും എടുത്തിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 ആൾക്കാർ ഓ പോസിറ്റീവ് ഉണ്ട് കേട്ടോ. അപ്പോഴേക്ക് തോന്നിയില്ല, അങ്ങനെയാണെങ്കിൽ എന്റെ രക്തഗ്രൂപ്പ് എ നെഗറ്റീവ് കൂടിക്ക് നോക്കണമല്ലോ എത്ര ആളുണ്ട് എന്നുള്ളത്. എന്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ എത്ര ആൾക്കാരുണ്ട് എനിക്കൊന്നും അറിയാമല്ലോ. ഞാൻ എണ്ണി 1, 1, 1, 1, 1, 1, 1. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. എ നെഗറ്റീവ് എന്ന് പറയുന്നത് 1 തന്നെ ഉള്ളൂ. അതാണ് ഈ നെഗറ്റീവ് ഗ്രൂപ്പുകാരൊക്കെ വളരെ റെയറാന്നാ പറയാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എ നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത് വളരെ റെയർ ഗ്രൂപ്പാണ്. അതായത് എത്രയോ ആളുകളെ തിരയുമ്പോൾ അതിൽ നിന്ന് 1, 2 ആൾക്കാരെ കിട്ടുള്ളൂ എന്നർത്ഥം. അതാണ് വില, മനസ്സിലായില്ലേ അല്ലേ? യെസ്. അപ്പോ എ നെഗറ്റീവ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം എന്തെങ്കിലും നോക്കിയിട്ട് 1 എന്ന് പറയും. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു? ഞാൻ കുറെ ഡാറ്റാസ് കളക്ട് ചെയ്തു. സംഖ്യകളൊന്നുമല്ല കേട്ടോ, സംഖ്യകളൊന്നുമല്ല, ഞാൻ കുറെ ഡാറ്റാസ് കളക്ട് ചെയ്തു, വിവരങ്ങൾ ശേഖരിച്ചു. ആ വിവരങ്ങളെ ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്ത് സംഖ്യാരൂപത്തിലേക്ക് മാറ്റി. എന്ത്? എ പ്ലസുകളുടെ എണ്ണം, എ പ്ലസുകളല്ല എ പോസിറ്റീവുകളുടെ എണ്ണം 7, ഒ പോസിറ്റീവുകളുടെ എണ്ണം 11, എ നെഗറ്റീവുകളുടെ എണ്ണം 1, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ സംഖ്യാരൂപത്തിലേക്ക് മാറ്റി. പക്ഷെ ഒരു പ്രശ്നം, ഇങ്ങനെ സംഖ്യാരൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ ഇങ്ങനെ തന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇന്ന് എണ്ണാൻ നിൽക്കട്ടെ. എന്നോട് ചോദിക്കുകയാണ് എ പോസിറ്റീവ് വരെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാനിത് എണ്ണി ഉണ്ടാക്കണം അല്ലേ? പിന്നെ എ നെഗറ്റീവ് വരെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എണ്ണി ഉണ്ടാക്കണം, ബി നെഗറ്റീവ് വരെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് എണ്ണാൻ നിൽക്കണം. നല്ല പണിയാണ്, എണ്ണി എടുക്കണം. അപ്പൊ ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇതിൽ നിന്ന് വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത്. ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് അതിന്റെ ഇടയിൽ, സാർ ഇതിൽ ഏറ്റവും കൂടുതൽ രക്തഗ്രൂപ്പിൽപ്പെട്ടവരാരാണ്? ഏത് രക്തഗ്രൂപ്പാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്? എന്നോട് ചോദിക്കാം. ഞാനെന്ത് ചെയ്യും? ഒരു വഴിയില്ല. അപ്പൊ പിന്നെ എന്ത് വേണം? ഇതിൽ ഏറ്റവും കൂടുതൽ രക്തഗ്രൂപ്പ് ഏതാണെന്ന് അറിയണമെങ്കിൽ നേരെ തിരിച്ച് ഇതിൽ ഏറ്റവും കുറഞ്ഞ രക്തഗ്രൂപ്പ് ഏതാണെന്നുള്ളത് അറിയണമെങ്കിൽ ഞാൻ എന്ത് വേണം? ഇതൊക്കെ എണ്ണി നോക്കാൻ നിൽക്കണം, ഓരോ രക്തഗ്രൂപ്പ് എണ്ണി ഉണ്ടാക്കാൻ നിൽക്കണം ഞാൻ, അല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോഴും ഇതിന്റെ ഉത്തരങ്ങൾ ഇങ്ങനെ കണ്ടെത്താൻ ഇതിങ്ങനെ എണ്ണി ഉണ്ടാക്കണതിന് പകരം ഞാനിപ്പൊ തന്നെ എണ്ണിയിട്ട് ഇവിടെ ഒരു പട്ടിക തയ്യാറാക്കിയെന്ന് വെച്ചാലോ. അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് അതാണ് ഗ്രൂപ്പ്. ഓക്കെ, ഇവിടെ എണ്ണ
എണ്ണം എത്ര ഉണ്ട്. ഞാൻ ഓരോന്നും തുടങ്ങുകയാണ്. എ പോസിറ്റീവ് നമ്മളിപ്പോ എണ്ണി നോക്കിയിരുന്നു അല്ലേ, അതുകൊണ്ട് നമ്മൾ വേഗം എഴുതാം കേട്ടോ. എ പോസിറ്റീവ് 7, എ നെഗറ്റീവ് എത്ര 1 അല്ലെ. അപ്പൊ ഞാൻ എ പോസിറ്റീവ് വെക്കുന്നത് അവിടെ 1, പിന്നെ ഇവിടെ 2, 3, 4, 5 അല്ലേ 6, 7 ശരിയല്ലേ. ഞാനത് ടിക്ക് ചെയ്ത് വെച്ച് ഞാനത് എണ്ണിയതാണെന്നുള്ള എനിക്ക് അറിയാനോ തിരിച്ചറിയാനോ. ഞാൻ റിപ്പീറ്റേഷൻ വേണ്ടല്ലോ. എ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒറ്റ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെ, വേറെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ എ നെഗറ്റീവ് 1. ഞാൻ ബി പോസിറ്റീവ് എഴുതാൻ കേട്ടോ. ബി പോസിറ്റീവ് ബി പോസിറ്റീവ് എഴുതാന്ന് പറയാൻ കേട്ടോ. 1 ഇല്ല 2, 3, 4, 5, 6 6. ഓക്കെ ഇവിടെ 6. ഇനി ബി നെഗറ്റീവ് കേട്ടോ. ബി നെഗറ്റീവ് നമ്മുടെ ഇല്ല. ബി നെഗറ്റീവ് നോക്കട്ടെ കേട്ടോ എത്ര ഉണ്ടെന്നുള്ളത്. 1 അതൊക്കെ അധികം ഉണ്ടാവില്ല കേട്ടോ. 1 തന്നെ ഉണ്ടാവുള്ളൂ. ഇന്ന പോലെ തന്നെ അല്ല, ഭാഗ്യത്തിൽ 2 ഉണ്ട്. 2 ഒന്നും കൂടി ഇല്ല 3 ഉണ്ട്. ബി നെഗറ്റീവ് 3 ഉണ്ട്. നെഗവേദ അല്ലേ. ഓക്കെ ഞാൻ എ ബി പോസിറ്റീവ് എ ബി പോസിറ്റീവ് എത്ര ഉണ്ട് നോക്കാം നമുക്ക്. 1 നെഗറ്റീവ് ആണ് അല്ലേ. 2 ഇത് നെഗറ്റീവ് 3. അപ്പൊ 3 നെഗറ്റീവ്. എ ബി നെഗറ്റീവ് അല്ലേ. എ ബി നെഗറ്റീവ് എഴുതിയപ്പോ ഞാൻ മനസ്സിലാക്കിയത് നേരത്തെ എഴുതിയില്ല. എ ബി നെഗറ്റീവ് നോക്കാം. ഓക്കെ പ്രശ്നം അല്ലാതെ എ ബി നെഗറ്റീവ് ഈ വരികളൊന്നുമില്ല. ഓരോ വലിയ എണ്ണിയൊക്കെ 1 ഇല്ല 2 കഴിഞ്ഞു. 2 തന്നെ ഉള്ളൂ. അതിന്റെ പോലെയാണ്. അധികം ആൾക്കാരില്ല. എ ബി നെഗറ്റീവ്. ഓക്കെ ഇനി ഓപ്പോസിറ്റ് വേണം കേട്ടോ. 1, 2 അല്ലേ 3, 4, 5, 6, 7, 8, 9, 10, 11. അതന്നെ ഏറ്റവും കൂടുതലുള്ളതാണ് പോസിറ്റീവ് ആണ്. കഴിഞ്ഞു തന്നെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കിയോട്ടെ എല്ലാത്തിനും ടിക്ക് വന്നിട്ടില്ലേ നോക്കിയാൽ. എല്ലാത്തിനും ടിക്ക് വന്നിട്ടില്ലേ നോക്കിയാൽ. എല്ലാ വരിയിലും എല്ലാത്തിനും ടിക്ക് വന്നിട്ടില്ലേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ എണ്ണലിലും പെട്ടില്ലേ. യെസ് കറക്റ്റ്. അപ്പൊ ഇനി ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് നമുക്ക് വേണ്ടി നോക്കാം അല്ലെ. ടോട്ടൽ ഇപ്പോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 പിന്നെ 14, 7, 21, 21, 6 അല്ലെ 27, 27, 6, 33 ആൾക്കാർ ടോട്ടൽ വേണ്ട. ശരി ടോട്ടൽ എന്ന് പറയുന്നത് 33 ആളുണ്ടാവും. നോക്കട്ടോ ഇനി ഇത് ശരിയല്ലേ നോക്കണം കേട്ടോ. ഞാനിവിടെ തന്നെ കൂട്ടിയാവും കേട്ടോ ഇത് ശരിയാവും എന്നുള്ളത്. കാരണം ഞാൻ ഇങ്ങനെ എണ്ണിയതും ഈ കൂട്ടിയതും തമ്മിൽ ശരിയാവണല്ലോ, ടാലി ആവട്ടെ. യെസ് കറക്റ്റ്. അപ്പോ 1, 2, 3, 3, 6, 6, 9, 9, 10, 16, 16, 16, 7, 23, 3 ബാക്കി 2, 3 കറക്റ്റ് 33 കറക്റ്റ്. ഇപ്പൊ നമ്മള് ഓരോ ഗ്രൂപ്പിന്റെയും പട്ടിക ക്രമത്തിൽ എഴുതി. ഓരോ ഗ്രൂപ്പിന്റെയും ആളുകളുടെ എണ്ണം പട്ടിക രൂപത്തിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുത്തു. ഇപ്പൊ എനിക്കൊരു സൗകര്യം. എന്താ സൗകര്യം എന്നറിയാം? വേറെ ഒന്നുമല്ല, ആരെന്ത് ചോദ്യം ഇപ്പൊ തന്നെ ചോദിച്ചിരുന്ന സാറേ പെട്ടെന്ന് എനിക്ക് ഉത്തരം പറയാൻ പറ്റും. എന്നോട് പറഞ്ഞു സാറേ എത്ര എ ബി ക്വസ്റ്റ്യൻ ഉണ്ട്? അതാ നോക്കി 3 ഇത് നോക്കുക വേണ്ട, അതിലേക്ക് നോക്കുക വേണ്ട. സാർ എത്ര എ ബി നെഗറ്റീവ് ഉണ്ട്? 2 ഉണ്ട്. സാർ അതിൽ ഏറ്റവും കൂടുതൽ ഏത് ബ്ലഡ് ഗ്രൂപ്പാണുള്ളത്? ഓ പോസിറ്റീവ് ആണ്. ഓ പോസിറ്റീവ്. സാർ അതിൽ ഏറ്റവും കുറവ് ബ്ലഡ് ഗ്രൂപ്പ് ആരുടെയാണ്? അതിന്റെ എ നെഗറ്റീവ് ആണ്. കണ്ടോ? ഇങ്ങനെ ഇതിൽ നിന്ന് ഈ ഒരു പട്ടികയിൽ നിന്ന് എന്ത് വേണമെങ്കിലും എനിക്ക് എഴുതാൻ സാധിക്കും എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ പട്ടികയാക്കി മാറ്റുക, നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റയെ ഇതുപോലെയുള്ള പട്ടിക രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതിനെയാണ് നമ്മൾ ഇപ്പോ പറയുന്ന ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയും. എന്താണ് ഈ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്ന വാക്കിന്റെ ആവൃത്തി പട്ടിക? മലയാളത്തിൽ
എന്താ ഈ ആവൃത്തി പട്ടിക എന്ന് പറയും? ആവർത്തിക്കുന്ന ഒരു ഞാൻ അതല്ല അതിന് കൃത്യമായിട്ടുള്ള അർത്ഥത്തിലോ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ടായിട്ട് പറയാം. എത്ര എണ്ണം ആവർത്തിച്ചു വരുന്നുണ്ട്? എ പ്ലസ്, എ പോസിറ്റീവ് 7 എണ്ണം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. എ നെഗറ്റീവ്, എ മൈനസ് അല്ലെ എത്ര എണ്ണം വന്നിട്ടുണ്ട്? 1 വന്നിട്ടുള്ളൂ, ഒരു ആവർത്തനേ വന്നിട്ടുള്ളൂ. ബി പോസിറ്റീവ് എത്ര എണ്ണം? 6 ആവർത്തനം. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഡാറ്റയെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് എണ്ണി തിട്ടപ്പെടുത്തി ഇങ്ങനെ പട്ടികയാക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി ടേബിൾ. എത്ര ഫ്രീക്വൻസി വന്നിട്ടുണ്ട് എന്നർത്ഥം, എത്ര ആവർത്തനം വന്നിട്ടുണ്ട് എന്നർത്ഥം. ഇതിനാണ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്, അഥവാ മലയാളത്തിലെ ആവൃത്തി പട്ടിക എന്ന് പറയുന്നത്. എന്താണ് ഫ്രീക്വൻസി ടേബിൾ? ആവൃത്തി പട്ടിക. അപ്പൊ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയെ ഇങ്ങനെ പട്ടിക രൂപത്തിൽ ക്രമപ്പെടുത്തി എടുക്കുന്നതിനാണ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ അഥവാ ആവൃത്തി പട്ടിക എന്ന് പറയുന്നത് എന്നർത്ഥം. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. കഴിഞ്ഞിട്ടില്ല. അപ്പൊ ചിലർ ചോദിക്കും, സാറിന്റെ ഇതിന്റെ ഇടയിൽ ഒരു കോളം ബന്ധപ്പെട്ടത് മനഃപൂർവ്വം എനിക്ക് ആവശ്യം എന്താന്ന് കാണിച്ചത്. ഞാൻ ഇനി ഇത് എണ്ണുന്ന സമയത്ത് ഇപ്പൊ ഞാൻ എ പോസിറ്റീവ് എത്ര ഉണ്ടെന്നുള്ളത് എണ്ണിയുണ്ട് അല്ലെ. ഞാൻ ഇവിടെ എണ്ണിയപ്പോ ഒന്ന് എണ്ണിയപ്പോ ഞാൻ ഇവിടെ ഒരു മാർക്ക് കിട്ടുമ്പോ, സോറി ഇതല്ല നമ്മുടെ ഞാനിവിടെ ഒരു മാർക്ക് കിട്ടും കേട്ടോ. 1 എണ്ണിയപ്പോ അടുത്ത രണ്ടാമത്തെ എ പോസിറ്റീവ് ഇവിടെ കാണുമ്പോ രണ്ടാമത്തെ കാണുമ്പോൾ ഞാൻ വീണ്ടും ഒരു മാർക്ക് കൊണ്ട് കിട്ടും കേട്ടോ. മൂന്നാമത്തെ കണ്ടപ്പോ ഞാൻ ഇവിടെ ഒരു മാർക്ക് കൊണ്ട് കിട്ടും കേട്ടോ. ഇനി ഇങ്ങനെ നോക്കുമ്പോൾ നാലാമത്തെ കണ്ടപ്പോ ഒരു മാർക്ക് കൊണ്ട് കിട്ടും കേട്ടോ. ഇതാ ഒന്നും കൂടി കണ്ടു 5 കണ്ടപ്പോ ഞാൻ ഇനി ഒരു മാർക്ക് കൂടി ഇടുന്നതിന് പകരമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു മാർക്ക് ഇടും. അതായത് ആ 4 എണ്ണത്തിന് ഒന്നിങ്ങനെ ക്രോസ് ആയിട്ട് വരും. ഇപ്പൊ ഇത് എത്രണ്ണായി? 5. ഇനി ഞാൻ അടുത്ത എങ്ങനെ നോക്കുകയാണ്? വീണ്ടും എവിടെയാണ് എ പോസിറ്റീവ് ഉള്ളത്? ഇവിടെ വന്നപ്പോ വീണ്ടും ഒരു എ പോസിറ്റീവ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് വിട്ടിട്ട് ഒരു വര വെച്ചു. ഒന്നും കൂടി കഴിയും. അപ്പൊ ഞാൻ ഇവിടെ ഒരു വര വെച്ചു. അതായത് ഓരോ പ്രാവശ്യം ഞാൻ എണ്ണുമ്പോഴും, ഓരോ തവണ കാണുമ്പോഴും, ഓരോ ആവൃത്തി കാണുമ്പോഴും ഞാൻ ഓരോ വരകൾ വരയ്ക്കും. 4 എണ്ണം വരച്ചു കഴിഞ്ഞാൽ, അടുപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ 5ാമത്തെ കാണുമ്പോൾ ആ 4 വരകളെ ഒന്ന് ക്രോസ് ആക്കി വിട്ടു. പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ ഞാൻ ഇതിനെ വരച്ച് ടാലി മാർക്കുകളായിട്ട് എന്താ പറയാന്ന് പറയുമ്പോൾ ടാലി മാർക്ക് എന്ന് പറയും. ഇംഗ്ലീഷിൽ TALLY എന്ന് പറയും. ടാലി മാർക്കുകൾ എന്ന് പറയും. അതായത് ഓരോ പ്രാവശ്യം എത്തുമ്പോഴത്തേനും ഓരോ മാർക്ക് ഇടുക. ഇതിനാണ് ടാലി മാർക്ക്. ഇങ്ങനെ കൂടി തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കിത് സൗകര്യം തയ്യാറാക്കുന്ന സമയത്ത് എണ്ണുന്ന സമയത്ത് ഞാൻ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഓരോ മാർക്ക് ഇട്ട് വെച്ചാൽ അവസാനത്തിൽ എത്ര ഉണ്ട് എന്നുള്ളത് എണ്ണിയെടുക്കാൻ ഭയങ്കര എളുപ്പം കേട്ടോ. ഇത് 5 എണ്ണം, 2 എണ്ണം, 5 2 7. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ടാലി മാർക്കേ ഉണ്ടാവുള്ളൂ. അടുത്തതാവുമ്പോഴോ 1 2 3 4 പിന്നെ ഒരു 1 പിന്നെ ഒരു 1. ഇതൊക്കെ എണ്ണുന്ന സമയത്ത് ചെയ്യേണ്ട കേട്ടോ, ഇങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സെപ്പറേറ്റ് കാണിച്ചു തരണം. ഇനി ഇത് 3 എണ്ണം വരുമ്പോൾ ഇവിടെ 1 2 3. അടുത്തത് ഇവിടെ 3 എണ്ണം 1 2 3 കണ്ട. അടുത്ത 2 എണ്ണം 1 2. അടുത്ത 11 എണ്ണം ഉണ്ട്. നോക്കിക്കോട്ടോ എന്തായിരിക്കും എന്റെ ടാലി മാർക്കോട് വരുന്നത്? 1 2 3 4 1 കട്ട് ചെയ്തു 5. വീണ്ടും 1 2 3 4 ഒന്നും കൂടി കട്ട് ചെയ്തു 5 5 വെച്ച് 10. പിന്നെ ബാക്കി 11 കണ്ട. ഇങ്ങനെ ടാലി മാർക്കുകൾ ഇട്ടുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന പട്ടികയാണ് സത്യത്തിൽ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്, ആവൃത്തി പട്ടിക എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ആവൃത്തിയുടെ അർത്ഥം ഏകദേശം മനസ്സിലായി. എത്ര പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്? കണ്ട 7 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ എണ്ണം. അങ്ങനെ ഇതിനെ മാത്തമാറ്റിക്കലി സൂചിപ്പിക്കും എന്നർത്ഥം. നമ്പറുകളായിട്ട് സൂചിപ്പിക്കും, ആ വിവരങ്ങൾ സംഖ്യാപരമായിട്ട് സൂചിപ്പിക്കും. അത്ര. അപ്പൊ ഇതിനാണ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ എന്നൊക്കെ പറയുന്നത് എന്നർത്ഥം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഒരു ലേശം വേണം കുടിക്കാമല്ലോ അല്ലേ? എനിക്ക് ഓക്കെ, സോറി. അപ്പൊ എന്താ ഈ ടെക്സ്റ്റ് ബുക്കിൽ ധാരാളം ചോദ്യങ്ങൾ ഫ്രീക്വൻസി ടേബിളുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതൊക്കെ തയ്യാറാക്കണം കേട്ടോ. ഇങ്ങനെയുള്ള ഫ്രീക്വൻസി ടേബിളുകളൊക്കെ നിങ്ങൾ തയ്യാറാക്കിയിട്ട് നോക്കണം. പ്രശ്നമല്ല, അത് എഴുതാം. ഓക്കെ.
അപ്പൊ പേജ് നമ്പർ 185 185 184 184 ആൻഡ് 185 മലയാളം മീഡിയത്തിലെ ചോദ്യങ്ങൾ. എന്നിട്ട് ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കിയതിനു ശേഷം അതിന്റെ താഴത്ത് കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും, സബ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും. ആ സബ് ക്വസ്റ്റ്യങ്ങളുടെ ഒക്കെ ഉത്തരങ്ങൾ ഈ പട്ടിക നോക്കിയിട്ട് പറയണം. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച പോലെ എത്ര ബി നെഗറ്റീവുകളുണ്ട്, വേഗം പട്ടിക നോക്കി ഉത്തരം എഴുതാലോ. എത്ര ഓ പോസിറ്റീവുകളുണ്ട്, പട്ടിക നോക്കി ഉത്തരം എഴുതാലോ. ഏതാണ് ഏറ്റവും കൂടുതൽ രക്തഗ്രൂപ്പ് വന്നിരിക്കുന്നത്, ഉത്തരം എഴുതാലോ. ഏറ്റവും കുറവ് ഏതാണ്, അങ്ങനെ 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 നിങ്ങൾക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങൾ അതിന്റെ താഴത്ത് തന്നിട്ടുണ്ടാവും. അപ്പൊ ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾ അത് നോക്കി ആ പട്ടിക നോക്കിയിട്ട്, സോ വാട്ട് ഈസ് യുവർ ഡ്യൂട്ടി, പ്രിപ്പയർ എ ഫ്രീക്വൻസി ടേബിൾ ലൈക്ക് ദിസ്. ഓക്കെ, വിത്ത് ടാലി മാർക്ക് ആൾസോ, ടാലി മാർക്ക് അടക്കിട്ടുകൊണ്ട് പ്രിപ്പയർ എ ഫ്രീക്വൻസി ടേബിൾ, ദെൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. എന്നിട്ട് അതിന്റെ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക. സോ ഡാറ്റ കളക്ഷനായി, അതുപോലെ തന്നെ ഫ്രീക്വൻസി ടേബിളായി. ക്ലിയർ അല്ലേ? യെസ്. ഇതേ ഫ്രീക്വൻസി ടേബിൾ തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും സൂചിപ്പിക്കാറുണ്ട്, തയ്യാറാക്കാറുണ്ട്. ഓ, അതുകൂടി ഞാനൊന്നിവിടെ പറഞ്ഞു തരാം. ഓക്കെ, സോ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാണ്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കട്ടെ. ഓക്കെ, ഇവിടെ വേറൊന്ന്, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 50 ഏകദിന മത്സരങ്ങളിൽ നേടിയ റൺസ്, എ ക്രിക്കറ്റ് പ്ലെയർ അല്ലെ, എ പ്ലെയർ, എ ബാറ്റ്സ്മാൻ സ്കോർഡ്, എ ബാറ്റ്സ്മാൻ പ്ലേഡ് 50 വൺ ഡേ ഇന്റർനാഷണൽസ് ആൻഡ് ദ സ്കോർസ് ഹി ഗോട്ട് ഈസ് ഗിവൺ ടു. എന്നിട്ട് അവന് കിട്ടിയിരിക്കുന്ന 50 മത്സരങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോറുകൾ താഴെ തന്നിട്ടുണ്ട്. അവിടെ കുറെ എണ്ണം തന്നിട്ടുണ്ട് കേട്ടോ. 50, 0, 49, 60, 100, 68, 27. മനുഷ്യർക്ക് അത് മുഴുവനും ബോർഡിൽ എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ അത് ബോർഡിലേക്ക് എഴുതുന്നില്ല, അതായത് ആ സ്കോറുകൾ മൊത്തത്തിൽ എഴുതുന്നില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ അതൊന്ന് അനദർ മെത്തേഡ് എന്ന് പറയുന്ന ആ ഹെഡിങ്ങില് മലയാളം മീഡിയത്തിലെ പേജ് നമ്പർ 185 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു 50 മാച്ചസ് കളിച്ച ഒരാളുടെ സ്കോറുകൾ തന്നിട്ടുണ്ട്. 50, 0, 49, 60, 100, 68, 27, 48, 15, 65, 101, 45, 2, വീണ്ടും 52, 25, 18, 29, 53 അങ്ങനെ തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് എഴുതാൻ നിന്ന് കഴിഞ്ഞെന്ന് വെച്ചാൽ അതങ്ങനെ എഴുതി ബോർഡിൽ നിന്ന് അറിയും. അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുതി നിൽക്കുന്നില്ല. ഓക്കെ, ഇതിന്റെ കുറെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അയാൾ എത്ര സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്, അയാൾ എത്ര അർദ്ധ സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്, 50 കുറഞ്ഞ റൺസ് നേടിയ എത്ര കളികളുണ്ട്, അങ്ങനെ കുറെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് 50 എണ്ണമാണ്. ഈ 50 എണ്ണത്തിന്റെ ഫ്രീക്വൻസി ടേബിൾ നമ്മൾ തയ്യാറാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ തയ്യാറാക്കേണ്ടി വരും? 0 റൺസ് എത്ര ഉണ്ട്, 1 റൺസ് എത്ര ഉണ്ട്, 2 റൺസ് എത്ര ഉണ്ട്, 3 റൺസ് എത്ര ഉണ്ട്, അങ്ങനെ 0 മുതൽക്ക് 100 വരേക്കുള്ള റൺസുകൾ എഴുതിയിട്ട് ഓരോന്നിന്റെ നേർക്കും ടാലി മാർക്കിട്ട് എത്ര ഉണ്ട് എന്നുള്ള ഫ്രീക്വൻസി ടേബിൾ നമ്മൾ തയ്യാറാക്കേണ്ടി വരും. പക്ഷേ അത് ചില്ലറ ഫ്രീക്വൻസി ടേബിൾ ആവില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളിങ്ങനെ കള്ളികൾ ഇവിടെ 0, 1, 2, 3, 4, 5, 6 അങ്ങനെ 100 വരെ എഴുതുക. എന്നിട്ട് അതിന്റെ നേരത്തെ ഓരോ എത്ര കളികളിൽ, അതായത് 0 റൺസ് കിട്ടിയ എത്ര കളികളുണ്ട്, 1 റൺസ് കിട്ടിയിട്ടുള്ള എത്ര കളികളുണ്ട്, ഇങ്ങനെ ടാലി മാർക്കിട്ട് എണ്ണം എഴുതി കഴിഞ്ഞാൽ ഫ്രീക്വൻസി ടേബിളിന്റെ വലുപ്പത്തിൽ നോക്കിക്കേ. എന്നിട്ട് ആ ഫ്രീക്വൻസി ടേബിളിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം പറയാൻ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പറയാൻ സാധിക്കും? എന്തെങ്കിലും എളുപ്പമായിട്ടുണ്ടാവുമോ? ഇല്ല. അപ്പോ ഇപ്പൊ നമ്മൾ തയ്യാറാക്കിയ പോലെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അതൊരു സുഖമുള്ള ഏർപ്പാടല്ല എന്നർത്ഥം. വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതൊരു സുഖമുള്ള ഏർപ്പാടല്ല. അപ്പൊ ഇത്തരം കുറെ ലാർജ് ഡാറ്റയൊക്കെ വരുന്ന സമയത്ത്, വല്ലാതെ ഡാറ്റാസ് നമ്മുടെ കയ്യിൽ വരുന്ന സമയത്ത്, 50 കൂടുതലൊക്കെ ഡാറ്റാസ് വരുന്ന സമയത്ത്, ഇത്തരത്തിലുള്ള ഡാറ്റാസ് വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഒന്ന് ഷോർട്ടൺ ചെയ്യുന്നത് നല്ലതാണ്, ഒന്നുകൂടി ചുരുക്കുന്നത് നല്ലതാണ്. അതായത് ആ ഡാറ്റയെ ഒന്ന് ചുരുക്കി എഴുതുന്നത് നല്ലതാണ്. അപ്പൊ ഞാനിത് 0, 1, 2, 3, 4 എന്ന് എഴുതുന്നതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊരു മെത്തേഡാണ്. അതായത് ഞാൻ ഇതിനെ ഗ്രൂപ്പാണ്. 0 മുതൽക്ക് 49 വരെ എത്ര റൺസ് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാലും അത് ഇതിന്റെ നേർക്ക് എണ്ണിയിടാൻ പോവാണ്. അതേപോലെ തന്നെ 50 മുതൽക്ക് 100 വരേക്ക് 99 വരേക്ക്, അതുവരെ 99 വരേക്ക് എത്ര കളികളിൽ സ്കോർ ചെയ്തിട്ടുണ്ടെച്ചാലും അത് അതിന്റെ നേർക്ക് എണ്ണിയിടാൻ പോകും. പിന്നെ 100ന്റെ മീതെ എബോ 100 അങ്ങനെ എത്ര വരെ ഒന്നും ഇല്ല കേട്ടോ. അതിപ്പോ 200 ആയാലും 300 ആയാലും 500 ആയാലും ഒക്കെ അതിൽ പെട്ടു. ലിമിറ്റ് ഒന്നും ഞാൻ അവിടെ വയ്ക്കുന്നില്ല.
എബോ 100 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 3 ഗ്രൂപ്പുകളാണ്. 3 ഗ്രൂപ്പ് ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ ക്ലാസ്സുകൾ എന്നാണ് പറയുന്നത്. ഇതൊരു ക്ലാസ്സാണ്. 0 to 49 എന്ന് പറയുന്നത് ക്ലാസ്സാണ്. അതായത് അയാളുടെ സ്കോർ ചെയ്ത റൺസിന്റെ ഒരു ക്ലാസ്. 50 to 99 അനദർ ക്ലാസ്. എബോ 100 അനദർ ക്ലാസ്. 3 ക്ലാസ്സുകളായിട്ട് ഞാൻ തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ എണ്ണുകയാണ്. എനിക്ക് തന്നിരിക്കുന്ന ലിസ്റ്റിൽ നോക്കിയിട്ട് ആ റൺസുകൾ ഇങ്ങനെ നോക്കിയിട്ട് അതിൽ 0 കണ്ടു കഴിയുന്ന വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ടാലി മാർക്ക് ഇടും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 35 കണ്ടു കഴിഞ്ഞെന്ന് വെച്ചാൽ അവിടെ ഞാൻ വീണ്ടും ഒരു ടാലി മാർക്ക് ഇടും. അങ്ങനെ 0 മുതൽക്ക് 40. അപ്പൊ 0 വേണം, 49 വേണം, രണ്ടും വേണം. 0, 49 ഒക്കെ അതിൽ പെട്ടു. അപ്പൊ 0 കണ്ടാലും 49 കണ്ടാലും അതിന്റെ ഉള്ളിലുള്ള ഏത് റൺസ് കണ്ടെന്ന് വെച്ചാലും ഞാൻ അതിന്റെ നേരത്തെ ടാലി മാർക്ക് ഇടാൻ പോവാം. അപ്പൊ ഇവിടെ ടാലി മാർക്കുകളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. 31 ടാലി മാർക്കുകൾ തന്നിട്ടുണ്ട്. ഞാൻ ആ ടാലി മാർക്കുകൾ ഇടാൻ പോവാണ്. അപ്പൊ 3, 4, അപ്പൊ 5. 1, 2, 3, 4, വീണ്ടും 5. 1, 2, 3, 4, വീണ്ടും 5. 1, 2, 3, 4, വീണ്ടും 5. അപ്പൊ 1, 2, 3, 4 9. 1, 2, 3, 4, 5 9. 5 9. 1, 2, 3, 4, 5, 6 പിന്നെ നോക്കിക്കോട്ടോ. 1, 2, 3, 4, 5, 6, 1. അപ്പൊ 31 ടോട്ടൽ. അപ്പൊ ഇത് റൺസ്. അതിന്റെ ഹെഡിങ് വരുമ്പോ അങ്ങനെയാണ് വരിക. ഇത് ടാലി. ഓക്കെ, TALLY ടാലി. ഇത് എണ്ണം, നമ്പർ ഓഫ് മാച്ചസ്. എത്ര കളികളുണ്ട്. ഇതൊക്കെ ഒരു കള്ളിയാക്കിയിട്ട് ഞാൻ ഇനി സൂചിക്കാൻ പോകും. ഇതൊരു താൽമാർക്കിന്റെ അടുത്തത് എണ്ണം, കളികളുടെ എണ്ണം. റെഡി ആയിപ്പോ? യെസ്. ഇനി 50ന്റെയും 99ന്റെയും 50 കിട്ടിയാലത്, 99 കിട്ടിയാലത്, അതിന്റെ ഉള്ളിൽ കിട്ടിയാലത്. അത് 15 കളികൾ വന്നിട്ടുണ്ട് കേട്ടോ അയാൾക്ക്. അപ്പൊ 1, 2, 3, 4. അപ്പൊ 1 ആയി. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ശരിയായി, 15. പിന്നെ 100ന്റെ മീതെ 4 എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. 4. 1, 2, 3, 4. ശരി, കഴിഞ്ഞു. അപ്പൊ ഇവിടെ 15 എണ്ണം വന്നിട്ടുണ്ട്. 4 എണ്ണം വന്നിട്ടുണ്ട്. നമ്മൾക്ക് ടോട്ടലാണ് ഇനി ഇവിടെ 6 ആണ്. നോക്കിയൊക്കെ നമുക്ക് കൂട്ടി നോക്കാം. പിന്നെ 1, 5, 6, 6, 4, 10, 0, 10, 1, 1, 2, 2, 3, 5. 50 മാച്ചസ് കേട്ടോ. കറക്റ്റ് 50 മാച്ച്. അപ്പൊ 50 മാച്ചുകളില് അയാൾ നേടിയ റൺസ് ഒരു ഫ്രീക്വൻസി ടേബിൾ ആക്കിയിട്ട് നമ്മളിവിടെ തയ്യാറാക്കി. ഇതും ആദ്യം കണ്ട ഫ്രീക്വൻസി ടേബിളും തമ്മിലുള്ള വ്യത്യാസം, ആദ്യം കണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ട്, അതായത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരു ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കി. ഓരോന്നോരോന്നോരോന്നായി. A പോസിറ്റീവ് മാത്രം, B നെഗറ്റീവ് മാത്രം, അങ്ങനെ. ഇവിടെ വന്നപ്പോഴേക്ക് ആ ഡാറ്റയെ നമ്മൾ ക്ലാസ്സുകളാക്കി. അതായത് റൺസിന് 0 മുതൽ 49 വരെയുള്ള ഒരു ക്ലാസ്, 50 മുതൽ 99 വരെയുള്ള ഒരു ക്ലാസ്. അപ്പൊ 0 പെട്ടു, 49 ഇതിൽ പെട്ടു, അതിന്റെ ഇടയിലുള്ളത് എല്ലാവരും പെട്ടു. അപ്പൊ ആ എണ്ണുമ്പോ 0 കണ്ടാലും ശരി, 15 കണ്ടാലും ശരി, 16 കണ്ടാലും ശരി, 49 കണ്ടാലും ശരി, ഒക്കെ ഇവിടെയാണ് ടാലി മാർക്ക് ഇടുന്നത്. അതിന്റെ എണ്ണമാണ് ഇവിടെ ടോട്ടൽ കാണിക്കുന്നത്. അതുപോലെ 50 to 99 ഉള്ളിൽ എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അത് 100 മീറ്റർ ആണ്. മനസ്സിലായി? ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ടേബിൾ നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ തയ്യാറാക്കുമ്പോൾ ആ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? വിഭാഗം അഥവാ ക്ലാസ് എന്നൊക്കെ പറയാം. മലയാളത്തിൽ പറയുമ്പോൾ അതിന്റെ വിഭാഗമാണ് ക്ലാസ് എന്ന് പറയും. ഓക്കെ. പിന്നെ അതിന്റെ അപ്പുറത്ത് ടാലി മാർക്ക്, അതിന്റെ അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ എണ്ണം, ഫ്രീക്വൻസി. ഇതിന് നമ്മൾ പറയാം ഫ്രീക്വൻസി എന്നാണ്, എണ്ണം. അതായത് എത്ര ആവൃത്തി വന്നിട്ടുണ്ട് എന്നർത്ഥം. ഇതിന് ഫ്രീക്വൻസി എന്നാണ് നമ്മൾ പറയും. ഓ, ഇങ്ങനെ തയ്യാറാക്കും. അപ്പൊ ഇങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ഗുണം എന്താണെന്നറിയോ? ഇയാൾ 50ന്റെ താഴെ എത്ര മാച്ചസിൽ സ്കോർ ചെയ്തിട്ടുണ്ട്? 50ന്റെ താഴെ എത്ര മാച്ചസിൽ സ്കോർ ചെയ്തിട്ടുണ്ട്? വേഗം ഉത്തരം പറയാം. എത്രയാ? 31. ഇയാള് പിന്നെ 100ന്റെ താഴെയും 50ന്റെ ഉള്ളിലുമായിട്ട്, അതായത് എബോവ് 50 ഹാഫ് സെഞ്ചുറി കടന്ന എത്ര മാച്ചസ് ഉണ്ട്? ഇയാൾ 50 കളികൾ കളിച്ചതിൽ ഹാഫ് സെഞ്ചുറി കടന്ന എത്ര മാച്ചസ് ഉണ്ട്? വേഗം ഉത്തരം പറയാം. 15. കണ്ടോ അല്ലെ? ഇയാൾ 100ന്റെ മീതെ സെഞ്ചുറി അടിച്ച എത്ര മാച്ചസ് ഉണ്ട്? 4. പോരാട്ടോ അല്ലെ? 50 കളികൾ കളിച്ചു കഴിഞ്ഞാൽ 25 എണ്ണത്തിനെങ്കിലും 100ന്റെ മീതെ പോകണം. അപ്പോഴേ വിരാട് കോഹ്ലി ആവുള്ളൂ അല്ലെ? ശരിയല്ലേ? ഓക്കെ. അപ്പോ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ ടേബിൾ നോക്കിക്കൊണ്ട് നമുക്ക് പറയാം. അപ്പൊ ഇത് മറ്റൊരു തരത്തിലുള്ള ഫ്രീക്വൻസി ടേബിൾ, ക്ലാസ്സുകളായിട്ടുള്ള ഫ്രീക്വൻസി ടേബിൾ, വിഭാഗം തിരിച്ചിട്ടുള്ള ഫ്രീക്വൻസി ടേബിൾ. ഇങ്ങനെയും ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കാം. മറ്റൊരു മെത്തേഡ്.
ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനി ധാരാളം ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെയുള്ള ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ചിലപ്പോ ഇങ്ങനെ തയ്യാറാക്കാം. അപ്പൊ ഇവിടെ 0 to 49 എടുത്തതിന് പകരം എനിക്ക് 0 to 50 എന്നുണ്ടാകും. 0 to 50. ഇവിടെ 50 to 100 എന്നുണ്ടാകും. 100 എന്നുണ്ടാകും. പിന്നെ ഇവിടെ 100ന്റെ മീതൊക്കെയാണ് ഉണ്ടാകും. ഇതും ആദ്യത്തിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാല് 0 to 50 ഇവിടെ 50 to 100, അതായത് ഇവിടുത്തെ ഈ അവസാനത്തെ സംഖ്യ ഇവിടുത്തെ ആദ്യത്തെ സംഖ്യയായിട്ട് വന്നാല് കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ ഇതിന് നമ്മൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ എന്നാണ് പറയുക. അതായത് ഇങ്ങനെ തുടർച്ച വന്നിട്ടുണ്ട്, മുറിഞ്ഞിട്ടില്ല. നേരത്തെ 49 മുറിഞ്ഞു, പിന്നെ 50. കാരണം എന്താ വെച്ചാൽ 49 എന്ന് പറയുന്നതൊന്നും അവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാണ് 49 റൺസ് എന്ന് പറഞ്ഞിട്ട് റൺസ് ഇല്ലല്ലോ. പക്ഷെ വേറെ എന്തെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാം, മാർക്കൊക്കെ കളക്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വരാം, 49 മാർക്ക് എന്നൊക്കെ വരാം. അപ്പൊ ഈ 49 എവിടെയെങ്കിലും ഉൾപ്പെടുത്തണ്ടേ? നേരത്തെ നമ്മൾ എഴുതിയത് 49 കഴിഞ്ഞാൽ പിന്നെ 50 എടുക്കാൻ പറ്റുള്ളൂ. 49 50 ഇടയിലുള്ള എന്ത് ഭിന്നസംഖ്യ വന്നാലും നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പെടുത്തേണ്ട സന്ദർഭത്തിൽ നമ്മുടെ ക്ലാസ് ഇങ്ങനെ എഴുതുന്നതാണ് നല്ലത്, കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നതാണ് നല്ലത്. അതായത് ഇവിടെ അവസാനിക്കുന്ന സംഖ്യ ഇവിടെ തുടങ്ങുന്ന സംഖ്യയായിട്ട് എഴുതുന്നതാണ് നല്ലത്. ഇതിന് നമ്മൾ അപ്പർ ലിമിറ്റ് എന്നും ഇതിന് നമ്മൾ ലോവർ ലിമിറ്റ് എന്നൊക്കെ പറയും. അതായത് ഇവിടെ അവസാനിക്കുന്നത് ഇവിടെ തുടങ്ങുന്നത്, ഇത് രണ്ട് സെയിം ആവുന്ന രീതിയിൽ നമുക്ക് എഴുതുന്നതാണ് നല്ലത്. അപ്പൊ ഇതിന് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ എന്നാണ് പറയുക, തുടർച്ചയായിട്ട് വരുന്ന ഒരു ഫ്രീക്വൻസി ടേബിൾ എന്നൊക്കെയാണ് പറയുക. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 50 ഇതിൽ പെടില്ല, ഈ ക്ലാസ് പെടില്ല. അതായത് നമ്മളിങ്ങനെ എണ്ണുന്നതിന്റെ ഇടയിൽ 50 എന്ന് പറയുന്ന സ്കോർ കണ്ടാൽ അത് ഇതിൽ പെടില്ല. പിന്നെയോ 50 ഇതിലേ പെടും, 50 ഈ ക്ലാസ്സിലേക്ക് പെടും. അതായത് ഇതിലാണ് 50 എന്ന് പറയുന്ന റൺസ് പെടും. 50ന്റെ ഉള്ളിലുള്ള എല്ലാത്തിലും 49 വന്നാലും പെടും, 49.4 വന്നാലും പെടും, 49.9 വന്നെന്ന് വെച്ചാലും ഒക്കെ ഇതിൽ പെടും. പക്ഷേ 50 ഇതിൽ പെടും. അതുപോലെ 100 ഇതിൽ പെടില്ല. 100 എവിടെ പെടുന്നു? ഇതിലെ. ഇങ്ങനെയും ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കാം. അപ്പൊ ഇതും ഒന്ന് തയ്യാറാക്കണം. ഇങ്ങനെ തയ്യാറാക്കുന്നതാണ് നല്ലത്. എന്നാ പിന്നെ എന്താ വെച്ചാൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് 50 ഇതിൽ പെടില്ല. 50 ഏതിലെ പെടുന്നു? ഇതിലേ പെടും. ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്, അത് നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനത്തെ ഫ്രീക്വൻസി ടേബിൾ നമുക്ക് തയ്യാറാക്കാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളാം. അതായത് ഇത് ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അത് പ്രശ്നം. അതായത് ഈ അര വരുന്ന സമയത്ത്, ഡെസിമൽ വരുന്ന സമയത്ത്, ദശാംശ സംഖ്യകളൊക്കെ വരുന്ന സമയത്താണ് ഇങ്ങനെ തന്നെ തയ്യാറാക്കേണ്ട ആവശ്യം വരാറ്. അല്ലെങ്കിൽ ചിലപ്പോൾ അത്ര തന്നെ നമുക്ക് ഫീൽ ചെയ്യാറില്ല, നമുക്ക് അറിയാറില്ല. അപ്പൊ ഇങ്ങനെ തയ്യാറാക്കി പഠിക്കുന്നതാണ് കുറച്ചും കൂടിയൊക്കെ നല്ലത്, ഉചിതം. എന്നാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പൊ പേജ് നമ്പർ 188 നിങ്ങൾക്ക് ധാരാളം അങ്ങനത്തെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് തയ്യാറാക്കുന്നത് നല്ലതാണ് കേട്ടോ, ഒന്ന് തയ്യാറാക്കി. ഇനി ഇതേ സാധനത്തിന് തന്നെ ഇതിപ്പോ നമ്മൾ ആവർത്തി പട്ടികയാക്കിയിട്ടൊക്കെ അല്ലേ തയ്യാറാക്കിയത്, ഇതേ സാധനത്തിന് തന്നെ നമുക്കൊന്ന് ഗ്രാഫ് മുഖേന സൂചിപ്പിക്കാൻ പറ്റും. ഗ്രാഫ് മുഖേന, അതായത് ഇങ്ങനെ 2 വരകൾ, ലംബമായിട്ടുള്ള 2 വരകൾ വരച്ചിട്ട്, അതായത് ആദ്യം ഒരു വര, പിന്നെ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇവിടെ നമുക്ക് റൺസ് ഇവിടെ മാച്ചസ് എന്ന് എഴുതിയിട്ട് ഞാൻ ഇവിടെ 10, 20, 30, 40, 50 അങ്ങനെ മാച്ചസ് എണ്ണം. ഇവിടെ റൺസ് എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ പലതരത്തിൽ. ഇപ്പൊ 0 ഇവിടെ എഴുതിയ 0 to 50, പിന്നെ 50 to 100 അല്ലെ, അങ്ങനെ 100 to പിന്നെ അടുത്തത് 150, അങ്ങനെ മുകളിലേക്ക് കൂടുതലായിട്ട്. ഈ സാധനത്തിന് ഞാനൊരു ഗ്രാഫ് മുഖേന സൂചിപ്പിക്കാം. അതായത് 0 to 50 എന്ന് പറയുന്നതിന്റെ ഇടയിൽ 31 മാച്ചസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ 0 to 50ന്റെ ഇടയിൽ 30 ഇവിടെ നോക്കി നമ്മുടെ ഒരു 31 വരും. ഇതിനെ ഇങ്ങനെ വരച്ച് ഞാൻ അതിനെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യും. അടുത്തത് 50 to 100 ഇടയിൽ 15 ആണ്. അപ്പൊ ഇവിടെ 20ന്റെയും 10ന്റെയും ഇടയിലാണ് 15 വരുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ബാർ വരച്ചിട്ട് ഞാൻ അവിടെ ഷെയ്ഡ് ചെയ്തു. പിന്നെ 100ന്റെ മീതെ എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പൊ 100 to 150 എടുക്കാം, അത് ഒരു 4 എണ്ണം വരും. അപ്പൊ 4 എണ്ണം എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം എത്ര വരുന്നത് ഇങ്ങനെ തയ്യാറാണ്. അതായത് ഇതേ ഫ്രീക്വൻസി ടേബിളിനെ തന്നെ ഞാനിത് ഈ രീതിയിൽ ഒരു ചിത്ര രൂപത്തിൽ സൂചിപ്പിച്ചു, ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ചെയ്തു. അപ്പൊ അവിടെ ഞാൻ എന്താ ചെയ്തത്, 2 വരകൾ വരച്ചു, 2 ആക്സിസുകൾ വരച്ചു, 2 പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്.
നമുക്കൊരു ഗ്രാഫ് ഷീറ്റ് ഒക്കെ എടുത്തിട്ട് അത് ചെയ്യാവുന്നതാണ്. ഒരു ഗ്രാഫ് ഷീറ്റ് എടുത്തിട്ട് ഗ്രാഫ് ഷീറ്റിൽ ഇതേപോലെ ഇങ്ങനെ വരയ്ക്കാം. ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ബോട്ടവുമായിട്ട് 2 വരകൾ വരയ്ക്കും. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ ക്രമീകരിക്കും. ഇവിടെ റൺസും ഇവിടെ എണ്ണവും അതെപ്പോഴും അതാണ് നല്ലത്. ഇവിടെ ആ ഡാറ്റയും ഇവിടെ അതിന്റെ ആവൃത്തിയും ഫ്രീക്വൻസിയും എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് ഇവിടെ ക്ലാസ്, ഇവിടെ ഫ്രീക്വൻസി, അതാണ് നല്ലത്. ഇത് ക്ലാസ്, ഇത് ക്ലാസ്, ഇത് ഫ്രീക്വൻസി, ഇവിടെ വരുമ്പോ അത് ഫ്രീക്വൻസി. ഇങ്ങനെ ആക്കി കഴിഞ്ഞാല് നമുക്ക് അതിനെ ഓരോ ക്ലാസ്സുകളും ഇപ്പൊ 0 to 50 അതില് എത്ര വരെ വന്നിട്ടുണ്ട്? 31 വരെ വന്നിട്ടുണ്ട്. അവിടെ ഞാനൊരു ബാർ വെച്ച് വെച്ചു ആ 0 to 50. പിന്നെ 50 to 100 അവിടെ വീണ്ടും അത് എത്ര വന്നിട്ടുണ്ട്? 15 എണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ ആ 10ന്റെ 20ന്റെ ഇടയിൽ 15 കണ്ടോ? ഗ്രാഫ് ഷീറ്റ് ആകുമ്പോൾ എളുപ്പം, നോക്കി കണ്ടെത്താൻ എളുപ്പം. ഇങ്ങനെ തയ്യാറാക്കി നമുക്ക് ഒരു പട്ടിക രൂപത്തിൽ തയ്യാറാക്കാം. ഇങ്ങനെ തയ്യാറാക്കുന്നതിന് നമ്മൾ പറയുന്ന പേര് ഹിസ്റ്റോഗ്രാം എന്നാണ്. ഹിസ്റ്റോഗ്രാം. അപ്പൊ ആവൃത്തി പട്ടിക തയ്യാറാക്കി കഴിഞ്ഞാൽ, ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെ ആ ഫ്രീക്വൻസി ടേബിളിനെ ഇങ്ങനെ പിക്ചറായിട്ട് റെപ്രസെന്റ് ചെയ്യും. അതായത് ഇവിടെ ഇങ്ങനെ ബാറുകൾ വരച്ചുകൊണ്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബാർ ഡയഗ്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലെ? ബാർ ഡയഗ്രം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അതിന്റെ തന്നെ വേറൊരു രൂപമാണ്. അതിനെ തന്നെ നമ്മൾ പറയുന്നതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അതായത് ആവൃത്തിയെ ഉയരമായിട്ട് സൂചിപ്പിക്കുക. ആവൃത്തികളെ മുഴുവനും ആ ഹൈറ്റ് വെച്ചുകൊണ്ട് സൂചിപ്പിക്കുക, ഉയരം വെച്ചുകൊണ്ട് സൂചിപ്പിക്കുക. അതിനാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയുക. ആവൃത്തി ചതുരം അഥവാ ഹിസ്റ്റോഗ്രാം, മലയാളത്തിൽ പറയുമ്പോൾ ആവൃത്തി ചതുരം എന്നാണ് ഹിസ്റ്റോഗ്രാം എന്നൊക്കെ പറയും. ഇത് തയ്യാറാക്കാൻ കൂടി നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 191 കുറെ ചോദ്യങ്ങൾ, ഒരു 2-3 എണ്ണം നമുക്ക് വെറുതെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ആവൃത്തി പട്ടിക ഇത് ചിലതിൽ 2 എണ്ണമൊക്കെ വരും. സ്ത്രീകൾ പുരുഷന്മാർ എന്നൊക്കെ വരും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ അതിന്റെ കൂടെ ഒരു എക്സാമ്പിൾ കാണിച്ചു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് വന്നു. ഇപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് ഒരു ക്ലാസ്സിൽ ഇതങ്ങനെ 2 എണ്ണമായിട്ട് നോക്കി. ഇവിടെ 2 എണ്ണമായി ഒരേ ക്ലാസ് തന്നെ. ഇപ്പൊ 0 to 10 എന്ന് പറയുന്ന ഒരു ക്ലാസ് തന്നെ ഞാനിങ്ങനെ 2 എണ്ണമായിട്ട് നോക്കി. ഇതെന്താണെന്നറിയോ? മെയിലാണ്, ഇത് ഫീമെയിലാണ്. അപ്പൊ ഇവിടെ ഇത് മെയില്, ഇത് ഫീമെയിൽ. മനസ്സിലായി? അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെ എഴുതും. ഞാൻ ഇങ്ങനെ ഒരു വള്ളി വരച്ചിട്ട് ഇവിടെ മെയിൽ എഴുതും. അതായത് ഷെയ്ഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മെയിലാണ്. പിന്നെ അടുത്തൊരു കള്ളി അങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ എഴുതും. അതെന്താണെന്ന് അറിയോ? ഫീമെയിലാണ്. അതായത് ഒരേ ക്ലാസ് തന്നെ മെയിലിന്റെ എണ്ണവും ഫീമെയിലിന്റെ എണ്ണം ഉണ്ടാവും. അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. 4ാമത്തെ ചോദ്യം അങ്ങനെ 25 സ്ത്രീകൾ 23 പുരുഷന്മാർ ഒരു ഓട്ട മത്സരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയ ചുവടാവൃത്തി പട്ടികയിൽ തയ്യാറാക്കുന്നു. അതിന്റെ ഹിസ്റ്റോഗ്രാം വേറെ വരയ്ക്കാതാണ്. ഒറ്റയ്ക്ക് വേണമെങ്കിൽ വരയ്ക്കാം, വേറെ വരയ്ക്കാം. ഒറ്റയ്ക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം. അതായത് 0 to 10 തന്നെ 2 എണ്ണാക്കി വിഭജിച്ചിട്ട് അതില് മെയിലിന്റെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാതെ, പിന്നെ ഫീമെയിലിന്റെ ഷെയ്ഡ് ചെയ്തിട്ട് അങ്ങനെ 2 തരത്തിൽ നമുക്ക് വരയ്ക്കാം. ഇനി അല്ലെങ്കിലോ മെയിലിന്റെ മാത്രമായിട്ട് ഹിസ്റ്റോഗ്രാം വരയ്ക്കാം, ഫീമെയിലിന്റെ വേറെയും വരയ്ക്കാം. 2 ഗ്രാഫ് ഷീറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗ്രാഫ് ഷീറ്റ് എടുത്തിട്ട് വരച്ചാൽ സൗകര്യമാണ്. നോട്ട് ബുക്കിൽ വരയ്ക്കുമ്പോൾ കുറച്ച് ഈ പറഞ്ഞ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരും. അത്ര 2 വരച്ചാലും കുഴപ്പമില്ല. ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് എ ഗ്രാഫ് പേപ്പർ. അതാണ് നല്ലത്. ഓക്കെ, അപ്പൊ അങ്ങനെ തയ്യാറാക്കാം. വേറെ ഒന്നിലും ആവൃത്തി പട്ടിക തന്നെ നമ്മൾ തയ്യാറാക്കണം. എന്നിട്ട് വേണം അതിന്റെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ കേട്ടോ. അപ്പൊ 2 പണിയുണ്ട്. ആവൃത്തി പട്ടിക തയ്യാറാക്കുക, ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. അത് സന്തോഷമായി. അപ്പൊ നമ്മുടെ 8ാം ക്ലാസ്സിന്റെ മാത്സ് പഠനം ഞാൻ രാവിലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ താൽക്കാലികമായിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിക്കും. അപ്പൊ നമ്മൾ 10 ചാപ്റ്റേഴ്സ് പറഞ്ഞു അല്ലെ? തുടക്കം മുതലൊന്ന് ആലോചിച്ച് നോക്കി ഏതെല്ലാം ചാപ്റ്റേഴ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പല ചാപ്റ്റേഴ്സ് ഇവിടെ കണ്ടു അല്ലെ? ഈ വർഷം കോവിഡിന്റെ മഹാമാരിയുടെ കാലഘട്ടമായിരുന്നു. നമുക്ക് ക്ലാസ് റൂമുകളിൽ പോകാൻ സാധിച്ചിട്ടില്ല. ക്ലാസ് അന്തരീക്ഷം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിലൂടെ വരാൻ സാധിച്ചതിൽ തന്നെ എനിക്ക് വലിയ ഭാഗ്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ക്ലാസ്സുകൾ മുഴുവൻ മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ കുറേ ഭാഗങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ നിർത്തുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ ഫോൺ നമ്പർ ഞാൻ എന്തായാലും ഇപ്രാവശ്യത്തെ വീഡിയോൻ്റെ അടിയിലായിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്ത് ഡൗട്ടുകൾക്കും എന്താവശ്യങ്ങൾക്കും വിളിക്കാം. 8ാം ക്ലാസ്സിൻ്റെ
ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് പറയേണ്ട ഒരു ചാപ്റ്ററാണ്. ഇതിൽ വളരെ സിമ്പിളായി 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന് നിങ്ങളൊന്ന് സ്വയം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇനി വിക്ടേഴ്സിന്റെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൽ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അതിനെ ചുരുക്കി പറഞ്ഞത് മാത്രം. സോ നിങ്ങളെ കണ്ടതിലും നിങ്ങളോടൊപ്പം ഈ കൊല്ലം മുഴുവനും ചെലവഴിക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. വീണ്ടും നമുക്ക് മറ്റേതെങ്കിലും ക്ലാസ്സുകളുമായിട്ട് ഈ ചാനലിലൂടെ തന്നെ വീണ്ടും കാണാവുന്നതാണ്. സോ അതുവരേക്ക് സമാധാനമായിട്ടിരിക്കുക, സന്തോഷത്തോടു കൂടിയിട്ടിരിക്കുക, ആരോഗ്യത്തോടു കൂടിയിട്ടിരിക്കുക. ഓക്കെ, എല്ലാ പ്രാർത്ഥനകളോട് കൂടിയിട്ട് മാഷ് താങ്ക് യു.